മെഡിക്കൽ കോഡിംഗ് കരിയറിന്റെ കിക്ക് സ്റ്റാർട്ട് ടിപ്സ് ഫോർ ഡെവലപ്പിംഗ് പാർട്ട് 2. ടിപ്പ് നമ്പർ 6 ഇസ് സ്പെഷ്യലൈസേഷൻ. നമ്മുടെ കരിയറിൽ കൂടുതൽ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സ്പെഷ്യാലിറ്റി കോഡിംഗ്സ്. IP, OP അതുപോലെ തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റീസിന് വേണ്ടി നമുക്ക് ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി കോഡിംഗ് സർട്ടിഫിക്കേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. So if you want to develop your career, you can go for specialty coding. Tip number 7, staying updated. എങ്ങനെയാണ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നെറ്റ്വർക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആണ് ഫോർ സ്റ്റേയിങ് അപ്ഡേറ്റഡ്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമുക്ക് വരുന്ന കോഡിംഗ് ഗൈഡ് ലൈൻസ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷൻ ഓഫ് ന്യൂ കോഡ്സ്, ഡിലീഷൻ ഓഫ് കോഡ്സ്, ഇതൊക്കെ നമുക്ക് ഇയർലി വരുന്ന അപ്ഡേഷനിൽ നമ്മൾ അതിന്റെ ന്യൂസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്നും ഇതിന്റെ അപ്ഡേറ്റ്സ്, കറന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വി ഹാവ് ടു സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. പോയിന്റ് നമ്പർ 7 ഓർ ടിപ്പ് നമ്പർ 7, എംബ്രേസിംഗ് ടെക്നോളജി. മെഡിക്കൽ കോഡിങ്ങും ടെക്നോളജിയുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ ഉള്ളത്? യെസ്, ഓഫ് കോഴ്സ് വി ഡു ഹാവ് എ കണക്ഷൻ. മെഡിക്കൽ കോഡിംഗ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ഫെസിലിറ്റിയിലായാലും, വെദർ ഇറ്റ്സ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ ഇറ്റ്സ് എൻ ഇൻഷുറൻസ് കമ്പനി, നമ്മൾ ആ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്കൊരു വെൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു ഡെവലപ്പ് ദി ഓഫീസ് സ്കിൽസ്. ദാറ്റ് ഈസ് the softwares which we are using under MS Office, that is Excel or PowerPoint or Word, whatever it is, നമ്മൾ ഈ ഉള്ള ഓഫീസ് സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദസ് ഈ എംബ്രേസിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ടിപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മൂവിംഗ് ഓൺ ടു ടിപ്പ് നമ്പർ 9, ദാറ്റ് ഈസ് സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ്മെന്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് ആർ സോഫ്റ്റ് സ്കിൽസ്. വാട്ട് ഇസ് ദാറ്റ്? റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വോളണ്ടിയറിംഗ്, training our colleagues or co-staffs regarding the updates in medical coding. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പലയിടത്തും നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ആർ കരിയർ ആസ് വെൽ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ബി പെർസിസ്റ്റന്റ് ആൻഡ് പേഷ്യന്റ്. നമുക്കറിയാം, it's not with one particular thing we can improve our skills. പക്ഷേ when we keep on practicing, when we are patient and we are persistent, we can improve our career. So these are the 10 top most important tips for improving our medical coding career.